ഇപ്പോൾ സ്കൂൾ റോഡിൽ നിന്നും സിനോജ് തോമസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സിനോജ് തോമസ്, വെരി ഗുഡ് മോർണിംഗ്. സ്കൂൾ റോഡിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചകളൊക്കെ പലതവണ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ നമ്മുടെ ചങ്ക് പിടയായിരുന്നു. ഇങ്ങനെയുണ്ടായിരുന്നൊരു പ്രദേശമാണല്ലോ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയത് എന്നുള്ളത്. പൂർണ്ണമായും മുഖഭാവം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ആ ഭാഗത്ത് വില്ലേജ് റോഡിലും സ്കൂൾ റോഡിൻ്റെ ഭാഗത്തുമൊക്കെയാണ് മൃതശരീരങ്ങൾ കൂടുതൽ കണ്ടെത്തിയതും. ആ സ്കൂൾ ഉള്ളതുകൊണ്ട് പല വീടുകളും രക്ഷപ്പെട്ടു എന്നാണ് ആളുകൾ പറഞ്ഞതും. എന്താണ് ഇന്നിപ്പോൾ അവിടുത്തെ തെരച്ചിലിൻ്റെ ഒരു സാധ്യത? അവിടെയുള്ള ആളുകളോടൊക്കെ സിനോജ് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്നൊരു പ്രതികരണം എന്താണ്? ഇവിടെ എന്തെങ്കിലും ഇനി കണ്ടെടുക്കാൻ സാധിക്കുമെന്നൊരു നേരിയ പ്രതീക്ഷയെങ്കിലും അവർക്കുണ്ടോ സിനോജ്? അരുൺകുമാർ, അതായത് കഴിഞ്ഞ 10 ദിവസം ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇറങ്ങി തിരച്ചിൽ നടത്തിയ പ്രദേശമാണ്. ഞങ്ങൾ ഇവിടെ രാവിലെ ഒരു 5:30 മണിയോട് കൂടി എത്തിയതാണ്. ഇന്ന് ഇവിടെ കാണാൻ കഴിയുന്നത് ആളൊഴിഞ്ഞ ദുരന്ത ഭൂമിയാണ്. അതായത് 6 മണിക്ക് തിരച്ചിൽ തുടങ്ങുമെന്ന് പറഞ്ഞു, പക്ഷേ അത് വൈകുന്ന 8 മണിക്ക് ആരംഭിക്കുമെന്ന് പറയുന്നു. ഈ ദുരന്ത ഭൂമിയിലേക്ക് ആളുകൾ എത്തുന്നതേ ഉള്ളൂ, പോലീസ് പോലും എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തിയ പ്രദേശമാണ്. മണ്ണുമാന്തി യന്ത്രം ഇറക്കി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ തന്നെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇവിടെയുള്ള പ്രദേശവാസികൾ ഈ ദുരന്ത ബാധിതരെ കൊണ്ടുവന്ന് അവർ പറയുന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തി തിരച്ചിൽ പൂർത്തിയാക്കുക, അതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇവിടെ ഈ സ്കൂൾ റോഡ് വശത്ത് നിരവധി വീടുകൾ, അതായത് ടൗണിലൊക്കെ കാണുന്നത് പോലെ നിരവധി വീടുകൾ അടുത്തടുത്തുണ്ടായിരുന്നു. അതിൽ ചില വീടുകൾ ഈ അപകടത്തെ തരണം ചെയ്തു. അതായത് പൂർണ്ണമായും തകർന്നു പോകാതെ നിൽക്കുന്ന വീടുകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ അതിന് ചുറ്റുമുള്ള വീടുകളൊക്കെ തന്നെ പൂർണ്ണമായും നിശേഷം ഒരു തറക്കല്ല് പോലും കാണാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുകയാണ്. എൻ്റെ വലത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രളയത്തെ ഈ ഉരുൾപൊട്ടനെ അതിജീവിച്ച ചില വീടുകൾ ഈ അപകട സ്ഥലത്തിന്റെ കരയോട് ചേർന്നുണ്ട്. ആ വീട്ടുകാരൊക്കെ തന്നെ വിവിധ ക്യാമ്പുകളിലാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോലിയെടുത്ത മണ്ണുമാന്തി യന്ത്രമൊക്കെ തന്നെ ഇവിടെയുണ്ട്. അതിന്റെ ജോലിക്കാരൊക്കെ തന്നെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ സ്കൂളിന്റെ പരിസരത്ത്, സ്കൂൾ റോഡിന്റെ പരിസരത്ത് നമ്മൾ ടൗണിലൊക്കെ കാണുന്നത് പോലെ മതിലിനോട്, അതായത് തറയോട് ചേർന്ന് വീടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ആ വീടുകളിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ്. വെള്ളാർമല സ്കൂള് നേരത്തെ പറഞ്ഞതുപോലെ ഈ വലതുവശത്ത് കാണാം. നേരത്തെ സാനിയൊക്കെ പറഞ്ഞതുപോലെ ഈ പുന്നപ്പുഴ അതിന്റെ ഒഴുക്കിന്റെ വഴി കണ്ടെത്തി ശാന്തമായി ഒഴുകി തുടങ്ങിയിരിക്കുകയാണ്. സ്കൂളിന്റെ തറയോട് ചേർന്നാണ് പുന്നപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കലങ്ങി മറിഞ്ഞ് ഒഴുകിയിരുന്ന പുഴയാണ് ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശാന്തമായി അതിന്റെ റൂട്ട് കണ്ടെത്തി പുഴ ഒഴുകി പോവുകയാണ്. പ്രകൃതിക്ക് അതിന്റെ മുറിവ് പതുക്കി ഉണക്കാൻ പറ്റും. കാരണം ഈ പുത്തുമലയിലും കവളപ്പാറയിലൊക്കെ നോക്കിയാൽ കാണാം, ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തൊക്കെ തന്നെ മരങ്ങൾ തളർത്ത് തുടങ്ങിയിരിക്കുന്ന മുറിവ് പതുക്കെ കാലക്രമേണ മാഞ്ഞു വരും. പക്ഷേ ഈ മനുഷ്യന്റെ മനസ്സിലുണ്ടായ മുറിവ് മായ്ക്കുക എന്നത് കുറച്ച് പ്രയാസമാണ്. അത് വർഷങ്ങളോളം മനസ്സിന്റെ ഉള്ളിൽ നിലനിൽക്കും. എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ മറവി അനുഗ്രഹമാണെന്ന് പറയും. പക്ഷേ ഉറ്റവരെ നഷ്ടപ്പെട്ട, ഇത്രയും കാലം കെട്ടിപ്പടുത്തുയർത്തിയ വീടും സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടവർക്ക് അത് മായ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് മനസ്സിന്റെ ഉള്ളിന്റെ ആ മുറിവായിട്ട് ഇന്ന് നിൽക്കും. പ്രകൃതിക്ക് ഈ ഉരുൾപൊട്ടുണ്ടായ സ്ഥലത്ത് മരങ്ങൾ തളർത്തും ഒക്കെ തന്നെ ആ മുറിവ് മായ്ക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 2000-ഓളം ആളുകൾ ക്യാമ്പുകളിൽ കഴിയുന്നു. അവരൊക്കെ തന്നെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവരിൽ നിന്ന് തയ്യാറായ 190 ആളുകളെ ഇവിടേക്ക് കൊണ്ടുവരുമെന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. ഏതായാലും പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് ഈ തെരച്ചിലിന് ചില അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് എത്ര പേര് ഇവിടേക്ക് കടന്നു വരുമെന്ന് അറിയില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ആളുകൾ രാവിലെ ഇവിടേക്ക് വരാത്തത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ അർജുൻ കല്യാട് പറഞ്ഞ പോലെയാണ് പുഞ്ചിരിമട്ടാണ് ഏറ്റവും മുകളിലുള്ള സ്ഥലം. അവിടേക്ക് നടന്നു പോകാൻ തന്നെ കുറേ സമയമെടുക്കും. അങ്ങനെ നടന്ന് ചെന്ന് കഴിഞ്ഞ് ഈ തെരച്ചിൽ നടത്തി ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ തിരികെ എത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ കാര്യമായ ഒരു ജനകീയ തെരച്ചിൽ അടുത്ത ദിവസം പ്രധാനമന്ത്രി വന്ന് പോയതിനു ശേഷം മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇന്നലെ അങ്ങനെ മന്ത്രിമാർ സൂചന നൽകിയിരുന്നു. ഈ കുടുംബാംഗങ്ങൾ പറയുകയാണെങ്കിൽ വേറെ ദിവസം കൂടെ, ഞങ്ങൾ വരുന്ന ദിവസം കൂടെ ജനകീയ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇത്രയധികം യന്ത്രങ്ങൾ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കുടുംബം പറയുന്നതിനനുസരിച്ച് തെരച്ചിൽ നടത്തി ശേഷം മാത്രമേ സർക്കാർ ഇത് പൂർണ്ണമായും തെരച്ചിൽ അവസാനിപ്പിക്കുകയുള്ളൂ. കാരണം ഇനി 131 ആളുകളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് അങ്ങനെയാണ്. ആദ്യം 138 എന്നാണ് സർക്കാർ പറഞ്ഞത്. പിന്നീട് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ആശാ വർക്കേഴ്സൊക്കെ തന്നെ അന്വേഷിച്ച് അത് 131 ചുരുക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാതെ പോയിരിക്കുന്നത് ഞാൻ നിൽക്കുന്ന ഈ സ്കൂൾ റോഡിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലുമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ ഈ ദുരന്തബാധിതരെ എത്തിച്ച് തെരച്ചിൽ നടത്തുകയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഒരു വീടാണ്. അതായത് ഈ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ ആളുകൾ ജീവനോടെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അവരുടെ വിലപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഉണ്ടാകും. ആളുകൾക്ക് അവർക്ക് അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തൊന്ന് വന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ടാകും. കാരണം ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാം സർട്ടിഫിക്കറ്റുകൾ, അവരുടെ പെട്ടികൾ, സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഈ രക്ഷാപ്രവർത്തന ഭാഗമായിട്ട് വീടുകളൊക്കെ തന്നെ കയറി പരിശോധിക്കുന്ന സമയത്ത് അവരുടെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അവർക്ക് അവരുടെ വീടിരുന്ന സ്ഥലത്ത് ഒന്ന് വന്ന് കാണണം, എന്തെങ്കിലും അവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് കാണണം എന്നൊക്കെ തന്നെ ആഗ്രഹമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരെയാണ് ഈ ദുരന്ത ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം കിടക്കുന്ന ഒരു പാവക്കുട്ടി ആ വീട്ടിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ ഉള്ള ഏതെങ്കിലും ഒരു പൊന്നോമനയുടെ ഒരു കളിപ്പാട്ടമായിരിക്കും അത്, അല്ലേ?
അതെ അതെ തീർച്ചയായും ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ജേണൽ സുബൈർ ഫൈസി അതിന് വിഷ്വൽ എടുത്തിരുന്നു. ദയനീയമായ കാഴ്ച. ആ പാവക്കുട്ടി അധികം ചെളി പോലും പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തകർ വീടിന്റെ അകത്ത് കയറിയപ്പോൾ കിട്ടിയ പാവക്കുട്ടി ആയിരിക്കും. അത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ബെഡും ബെഡ്ഷീറ്റും കിടക്കയും ബോക്സും ഫ്രിഡ്ജുണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആ ക്ലോക്ക് ഇപ്പോഴും ആ റൂമിന്റെ അകത്തോട്ട് സൂം ചെയ്താൽ കാണാം. ക്ലോക്ക് ഇപ്പോഴും കറങ്ങുന്നു. ഇത്രയും വലിയ പ്രളയം ഉണ്ടായിട്ടും ഉരുൾപൊട്ടലുണ്ടായിട്ടും ആ ചുമരിലുള്ള ക്ലോക്കിന് ഒരു അനക്കവും പറ്റിയിട്ടില്ല. സമയം കൃത്യമായുണ്ട്. ആ ക്ലോക്ക് ഇപ്പോഴും പ്രവർത്തിക്കുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഈ വീടൊക്കെ തന്നെ ഈ അതിജീവിച്ചാണ് ഇവിടെ ഘടികാരം മാത്രമേ അവിടെ മിടിക്കുന്നുള്ളൂ അല്ലേ സിനോജ്? വീട്ടുകാർ ഘടികാരം മാത്രമേ ആ വീട്ടിൽ മിടിക്കുന്നുള്ളൂ. അതെ അതെ നിലയ്ക്കാത്ത ഘടികാരം അതൊക്കെ ഒരു പ്രതീക്ഷയുടെ ഒരു സൂചനയാണ് അതൊക്കെ നൽകുന്നത്. ഇപ്പോഴും ആ ചുമരിലിരിക്കുന്ന ക്ലോക്ക് ഇളകിയിട്ടില്ല എന്നതാണ്. ഇത്രയധികം രക്ഷാപ്രവർത്തകർ ഇവിടെ കയറി ഇത്ര വലിയ അപകടമുണ്ടായി എന്നിട്ടും ആ ക്ലോക്ക് ഇപ്പോഴും ആ ചുമരിൽ അതേപോലെ അവിടെ ഇരിക്കുന്നു. അതൊക്കെ ഈ വീട്ടുകാർക്ക് വരുമ്പോൾ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ വീട്ടുകാരൊക്കെ തന്നെ എത്രയോ ദിവസങ്ങൾ ആ ക്ലോക്കിനെ നോക്കി സമയം നോക്കിയ മനുഷ്യരാണ്. അവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അവിടെ ഇപ്പോൾ കാണുന്ന കളിപ്പാട്ടം തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ മക്കൾക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലും ഒക്കെ വാങ്ങി അത് പെട്ടിയിലൊക്കെ അടുക്കി കൊണ്ടുവന്ന് കൊടുത്തതാണ്. ആ കളിപ്പാട്ടം പോലും അനാഥമായി കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.